ടെലിവിഷൻ പരമ്പരകളിലൂടെയും സിനിമകളിലൂടെയും സജീവമായ സുപരിചിതയായ അഭിനേത്രിയാണ് അനു ജോസഫ്. കാസർഗോഡ് സ്വദേശിയായ താരം അഭിനയത്തിൽ സജീവമായതിനു ശേഷം തിരുവനന്തപുരത്താണ് താമസിക്കുന്നത്. 2003 പുറത്തിറങ്ങിയ പാഠം 1 ഒരു വിലാപം എന്ന ചിത്രത്തിലൂടെയാണ് അഭിനയ രംഗത്തേക്ക് എത്തിയത്. പിന്നീട് ടെലിവിഷൻ സീരിയലുകളിലൂടെയാണ് കൂടുതൽ പ്രശസ്തയായതും. ബിഗ് ബോസ് മലയാളം സീസൺ 5ലും മത്സരിച്ചിട്ടുള്ള താരം യൂട്യൂബ് ചാനലുമായും സജീവം തന്നെയാണ്. കഴിഞ്ഞ ദിവസം അനു പങ്കുവച്ച വീഡിയോയാണ് ഇപ്പോൾ ശ്രദ്ധ നേടിയിരിക്കുന്നത്. തൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായിരുന്ന 2 പേരുടെ വേർപാടിനെക്കുറിച്ചാണ് അനു ജോസഫ് വെളിപ്പെടുത്തിയത്. അതിൽ ഒരാൾ അനുവിൻ്റെ അമ്മയാണ്, മറ്റൊന്ന് താരത്തിന് ഏറെ പ്രിയപ്പെട്ട ഒരു പെറ്റും. ജീവിതത്തിലുണ്ടായ നികത്താനാകാത്ത നഷ്ടമെന്നാണ് അനു പറഞ്ഞത്. തിരുവനന്തപുരത്ത് അനുവിൻ്റെ വീടിനോട് ചേർന്ന് ബംഗാൾ ക്യാറ്റ്സിൻ്റെ ഫാമുണ്ട്. നിരവധി പൂച്ചകളെ അനു അവിടെ സംരക്ഷിക്കുന്നുണ്ട്. ആവശ്യക്കാർക്ക് വിൽക്കുകയും ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ വർഷം എനിക്ക് പ്രിയപ്പെട്ട കുറേ പേർ എന്നെ നിന്നും വിട്ടുപോയി. അക്കൂട്ടത്തിൽ എൻ്റെ ആദ്യത്തെ ക്യാറ്റായ സിംബയുമുണ്ട്. അവൻ വന്ന ശേഷം മറ്റുള്ള പൂച്ചകളെല്ലാം എൻ്റെ ഈ വീട്ടിലേക്ക് വന്നത്. പൂച്ചകളെ പരിപാലിക്കുന്നത് കൊണ്ട് തന്നെ ഇടയ്ക്കിടെ ടീറ്റി എടുക്കുന്നയാളാണ് ഞാൻ. കഴിഞ്ഞ വർഷം എൻ്റെ പ്രിയപ്പെട്ട പൂച്ച മാത്രമല്ല, എൻ്റെ അമ്മയും എന്നെ വിട്ടുപോയി. 1 വർഷമായി ഇപ്പോൾ. എനിക്ക് പ്രിയപ്പെട്ടവരിൽ ചിലരെല്ലാം തന്നെ പോയി. സിംബ പോയ ശേഷമാണ് എൻ്റെ ക്യാറ്റ്സിൻ്റെ എണ്ണം ഞാൻ കുറച്ചത്. അവൻ്റെ വേർപാട് വലിയൊരു സങ്കടമായിരുന്നു. നായകൾക്ക് മാത്രമേ മനുഷ്യരോട് ഇമോഷണൽ അറ്റാച്ച്മെൻ്റ് ഉള്ളൂ, പൂച്ചകൾക്കില്ലെന്ന് ചിലർ പറഞ്ഞു കേൾക്കാറുണ്ട്. എന്നാൽ അങ്ങനെയല്ല, പൂച്ചകളും നമ്മളോട് അറ്റാച്ച്ഡ് ആകും. ഇവർക്ക് നമ്മുടെ ഇമോഷൻസ് സെൻസ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നിയിട്ടുമുണ്ട്. നമ്മുടെ അടുത്ത് വരികയും പ്രതികരിക്കുകയും എല്ലാം ചെയ്യും. എത്രത്തോളം അവർക്കൊപ്പം നമ്മൾ സമയം ചിലവഴിക്കുന്നു, അതിനനുസരിച്ച് ഏത് ജീവിയാണെങ്കിലും നമ്മുടെ കൂടെ ഒപ്പം നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ ഇരിക്കും. ക്യാറ്റ്സിനെ കാണിക്കുന്നില്ലെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഇന്ന് ക്യാറ്റ്സിൻ്റെ വീഡിയോ ഞാൻ ചെയ്തത് എന്നാണ് പുതിയ വീഡിയോയിൽ അനു പറഞ്ഞത്. അവിവാഹിതയായ അനു അഭിനയത്തിൽ ഇപ്പോൾ അത്ര സജീവമല്ല. അപ്പനും അമ്മയും ഒരു സഹോദരിയും അടങ്ങുന്നതാണ് അനുവിൻ്റെ കുടുംബം. ഒരിക്കൽ ഒരു യൂട്യൂബ് വീഡിയോയിൽ അനു തൻ്റെ കുടുംബത്തെ പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്തിയിരുന്നു. താരത്തിൻ്റെ സഹോദരിക്ക് ചില ആരോഗ്യ പ്രശ്നങ്ങളൊക്കെയുണ്ട്. ഞാൻ 2 മാസം കൂടുമ്പോഴൊക്കെയാണ് വീട്ടിലേക്ക് വരുന്നത്. കാസർഗോഡ് ജില്ലയിലെ ചിറ്റാരിക്കലിലാണ് താമസം. വളരെ കുറച്ച് സമയം മാത്രമേ വീട്ടിൽ ചിലവഴിക്കാൻ ലഭിക്കാറുള്ളൂ. ഒരുപാട് പേർ ആവശ്യപ്പെട്ടതിനാൽ ഞാൻ എൻ്റെ വീടും വീട്ടുകാരെയും പരിചയപ്പെടുത്താൻ പോവുകയാണ്. ഒരു അത്യാവശ്യ ഘട്ടത്തിൽ വലിയ മോടിയൊന്നുമില്ലാതെ പപ്പ കയ്യിലുള്ള സമ്പാദ്യമെല്ലാം കൂട്ടിവെച്ച് പണിതതാണിത്. ഞങ്ങൾ താമസിക്കുന്ന വീട്. എനിക്കൊരു സഹോദരിയുണ്ട് എന്നത് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അവൾ ജനിച്ചപ്പോൾ മുതൽ ശാരീരികമായി ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന കുട്ടിയാണ്. പണ്ട് അവളുടെ അസുഖത്തെക്കുറിച്ച് എനിക്ക് അറിവില്ലായിരുന്നു. അവൾ തലയ്ക്ക് കീഴ്പോട്ട് ചലനമില്ലാതെയാണ് കിടക്കുന്നത്. ചെറുതായിരിക്കുമ്പോൾ അവൾ എപ്പോഴും കിടക്കുന്നത് എന്തിനാണെന്ന് അന്ന് എനിക്ക് അറിയില്ലായിരുന്നു. അന്ന് കളിക്കാൻ വരാത്തതിൻ്റെ പേരിൽ അവളെ ഉപദ്രവിക്കുകയും കട്ടിൽ നിന്ന് വലിച്ച് താഴെ ഇടുകയും എല്ലാം ഞാൻ ചെയ്യാറുണ്ടായിരുന്നു. അങ്ങനെ എൻ്റെ ഉപദ്രവം കൂടിയപ്പോൾ വർഷങ്ങളോളം അമ്മയുടെ ചേച്ചിയാണ് അവളെ നോക്കിയത്. പിന്നീട് എനിക്ക് തിരിച്ചറിവ് വന്ന് തുടങ്ങിയപ്പോഴാണ് ഈ വീട് വെച്ച് അവളും ഞങ്ങളുമെല്ലാം ഈ വീട്ടിലേക്ക് മാറിയത്. ഇന്ന് അവൾ എൻ്റെ മുത്താണ് എന്നാണ് സഹോദരി കുടുംബത്തെയും കുറിച്ച് അനു പറഞ്ഞത്.